സലാം സാർ. ഓക്കെ, അപ്പോൾ വയനാട് വരാൻ പറ്റിയല്ലോ, നമ്മളെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ എന്തൊക്കെ ജനങ്ങൾ അറിയണം. ഓക്കെ, നമ്മൾ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇത്രയും വലിയ പ്രൊജക്ട്, ഇത്രയും വലിയ വിഷൻസ് ഒക്കെ അറിയണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കും നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ട്, അപ്പോൾ അത് ജനങ്ങളെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയ സംഭവം കസീറ്റ എന്ന് പറയുന്ന ആ കൺസെപ്റ്റാണ്. അതെങ്ങനെയാണ് വന്നത്, അത് എവിടുന്നാണ് സ്ക്രാച്ച് ആയിട്ടെന്ന് പറയാം. കസീറ്റ ശരിക്കും പറഞ്ഞാൽ അറിയാലോ, അത് കസീറ്റ എന്നുള്ള ഒരു വാക്കിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹോം ആണ്. അതൊരു സ്പാനിഷ് വേർഡാണ്. സ്പാനിഷ് വേർഡ് സെക്കൻഡ് ഹോം എന്നാണ് അതിന്റെ. അതെ അതെ, സെക്കൻഡ് ഹോം. അപ്പോൾ ആ ഒരു വാക്കില് അതിൽ തന്നെ ഞങ്ങൾ ഹോൾഡ് ചെയ്യാനുണ്ടായ ഒരു ചില കാരണങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് വരാം. ഞാൻ മുമ്പ് ദുബൈയിലൊക്കെ വർക്ക് ചെയ്തൊരു സമയത്ത് ദുബൈയിൽ നമ്മുടെ കമ്പനി ഉണ്ടായിരുന്നു. അവിടെ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് ഈ ഒരു മേഖലയിലായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പല പ്രവാസികളുമായിട്ട് ഇങ്ങനെ നിരന്തരം സംസാരിക്കുന്നതിനിടയ്ക്ക് പല ബിസിനസ് കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യഘട്ടത്തിൽ സംസാരിക്കുക. പക്ഷെ പിന്നീട് കൂടുതൽ കൂടുതൽ സംസാരിച്ചു വരുമ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്കും ഒക്കെ അങ്ങനെ കടന്നു വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, പല ആളുകളുടെയും ഒരു പെയിൻ പോയിന്റ് എന്ന് പറയുന്നത് പലർക്കും നിർത്തി നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ താല്പര്യം. പ്രവാസം എന്ന് പറയുന്നത് ഒരു ടെമ്പററി ആണ്, നാട്ടിൽ പോകണം എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. അതെ അതെ, ശരിക്കും നമ്മൾ പറയില്ലേ, നമ്മൾ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും നമ്മൾ അല്ലെങ്കിൽ എവിടെയൊക്കെ പോയിട്ട് എത്രയൊക്കെ നമ്മൾ സമ്പാദിച്ചാലും തിരിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ വരണം എന്നുള്ളത് ശരിക്കും ആ ഉള്ളിന്റെ ഉള്ളിൽ അപ്പൊ ആ ഒരു ആഗ്രഹം പലരുടെ മനസ്സിലുണ്ട്. എന്നൊരു സംഭവം പറയുമ്പോൾ ആലോചിക്കുന്നത് വെച്ചാൽ ഒരു റീൽ ഉണ്ടല്ലോ, അപ്പൊ നീ എത്ര വർഷത്തിനാണ് പ്രവാസത്തിലേക്ക് വന്നത്? അപ്പൊ ഞാൻ ചെറിയൊരു വർഷത്തിലേക്ക്, എത്ര വർഷമായി ചോദിക്കുമ്പോ അത് കഴിഞ്ഞപ്പോ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നിട്ട് കൂടി പോകുന്നത്. അതൊരു ശരിക്കുള്ള റിയാലിറ്റി ആണ്. തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ്. കാരണം ആദ്യം പോയ ഒരു റീസൺ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ പോയിട്ട് മറ്റു പല റീസണിലേക്ക് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ പലർക്കും ഉള്ളിലെ ഈ ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ നിർത്താൻ അല്ലെങ്കിൽ പ്രവാസം നിർത്തി നാട്ടിൽ സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിന് ചില കാരണങ്ങൾ എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർത്തി ഇപ്പൊ നമ്മൾ നാട്ടിൽ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു നാട്ടില് ജീവിത ചെലവുകൾ അറിയാലോ, വീട്ടിലെ ചെലവുകൾ, മക്കളുടെ വിദ്യാഭ്യാസം, ഈ വക കാര്യങ്ങളൊക്കെ അത്തരം എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പേടി മനസ്സിലുണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വരുമാനം അത് നിന്ന് പോയി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ സാർ അങ്ങനെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നേരത്തെ സംസാരിച്ച പോലെ തന്നെ വരുമ്പം പിന്നെ അവർക്ക് നിർത്തിപ്പോവാൻ അല്ലെങ്കിൽ ഇതിൻ്റെ സഹായം എന്നുള്ള രീതിയിലാണ് അപ്പോൾ കസീറ്റ് എങ്ങനെയാണത്? അതെ, അതിന് നമ്മൾ അതിന്റെ ഒരു വ്യക്തമായ പ്ലാനിങ്, ആ ഒരു ട്രാക്കിലേക്ക് അവരെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ചില പ്രോഗ്രാംസ് നമ്മളിപ്പോൾ നിലവിൽ ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ചില ആളുകൾക്ക് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലേക്കൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ചില നെഗറ്റീവ് ന്യൂസുകളാണ്. മനസ്സിലായില്ലേ? അതായത് ചില ആധികാരികമായ കണക്കുകൾ എന്നുള്ള രീതിയിലൊക്കെ ചില ആ റിപ്പോർട്ടുകൾ എന്ന രീതിയിലൊക്കെ വരുന്ന കണക്ക്, ഇപ്പൊ നാട്ടിൽ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിൽ, ഒരു ചെറുകിട ബിസിനസ്സിൽ ഒരു 90% ബിസിനസ്സുകളും ഒരു 3 വർഷം പോലും തയ്ക്കുന്നില്ല എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടാവും. അത് ഒരു പരിധിവരെ സത്യമായിരിക്കാം. ഇതിന് പല ആസ്പെക്റ്റും ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം, അതിനെക്കുറിച്ച് പഠിക്കണം, റിസർച്ച് ചെയ്യണം, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം ന്യൂസുകളൊക്കെ വരുമ്പോൾ അവിടെ നമ്മളൊരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുടക്കിയ ആ ഒരു എമൗണ്ട്, ഇത്രയും കാലം നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ ആ ഒരു എമൗണ്ട് നഷ്ടപ്പെട്ടു പോകുമോ, അതായത് ഈ ഒരു ബിസിനസ് തകർന്നാൽ ആ ഒരു എമൗണ്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി. അപ്പം അതിനെയും കവർ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നുള്ള ചില ചിന്തകൾ, പല ഡിസ്കഷൻസും നടന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ് ശരിക്കും ഈ ഒരു സെക്കൻഡ് ഹോം എന്നുള്ള കൺസെപ്റ്റ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പം ഇതിൽ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളൊരു കണക്ക് പറഞ്ഞല്ലോ, അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ പ്രവാസികൾ ഇവിടെ വന്ന് ബിസിനസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്താണ്, ഒന്ന് ഇവിടുത്തെ ഒരു ഡെമോഗ്രഫി, ഇവിടുത്തെ ഒരു മെത്തേഡ് വേറെ ആയിരിക്കും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലായിരിക്കും ഇവർക്ക് കൺവേർഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ 10 രൂപ കിട്ടണമെങ്കിൽ 10 രൂപ തന്നെ കിട്ടണം. അവിടെ അങ്ങനെയല്ല, അവിടെ ചിലപ്പോൾ റിയാൽ കിട്ടിയാലും മതിയോ. പിന്നെ ഒരു ബേസിക് ആയിട്ട് ഒരു സ്റ്റഡി ഇല്ലാതായിരിക്കും ഇവരുടെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു അളാപ്പ് എന്ന് ചോദിച്ചു, ഞാൻ ഈ ബിസിനസ് തുടങ്ങിയാൽ ഈ ബിസിനസ് തുടങ്ങിയാൽ ഞാൻ പറഞ്ഞു, തൽക്കാലം ഇപ്പം നിങ്ങളൊരു ബിസിനസ് തുടങ്ങാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പൈസ ഒരു സ്ഥലത്ത് ഒരു സേഫ് ആക്കി വെക്കുക, എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ വർക്കിന് പോയിക്കോ, എന്നിട്ട് നിങ്ങൾ ഇവിടേക്ക് ഒന്ന് പഠിക്കുക, എന്നിട്ട് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കസീറ്റ് എങ്ങനെയാണ് ഇത്തരം ആളുകളെ, പ്രവാസികൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? അതായത് ഇന്നിപ്പോ പ്രൊഫഷണൽ ആയിട്ടുള്ള പല ആളുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതെ,
മനസ്സിലായില്ലേ? ഇന്നത്തെ ശരിക്കും പല നെഗറ്റീവ് കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴും ഈ സൈഡിൽ കുറേയധികം പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്താനായിട്ട് ഇന്ന് അത്യാവശ്യം നല്ല സപ്പോർട്ട് തരാൻ പറ്റുന്ന ടീംസ് ഇന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിക്കലാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ നിഷ് ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് നിഷ് എന്ന് ഉദ്ദേശിക്കുന്നത്? നിഷ് എന്ന് വെച്ചാൽ നമ്മുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്തു. അതായത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ഹാപ്പിയായി ചെയ്യാൻ പറ്റുന്ന, എനിക്ക് നോളജ് ഉള്ള ഒരു കാര്യം, അതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ആണെങ്കിൽ കുറച്ചുകൂടെ വിജയിക്കാനുള്ള സാധ്യത കൂടുതലില്ലേ? ഓ, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത് ആദ്യം ആ ഒരു ഏരിയ നമ്മൾ കണ്ടെത്തുക. അത് കഴിഞ്ഞ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിൽ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്താനായിട്ട് ഒന്ന് ഇടപെടുന്നുണ്ട്. ഇപ്പൊ ഈ ഏരിയ കണ്ടെത്തുന്ന പറഞ്ഞല്ലോ, ഇപ്പൊ എസ്പെഷ്യലി ഞാൻ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നതും ഈ ബിസിനസ്സുകാരെ കാണുന്നതും അത് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ആ ഏരിയ കണ്ടെത്താൻ അവരെ സഹായിക്കുന്നത്? അത് ശരിക്കും നമ്മൾ അവരുമായിട്ട് 1-to-1 ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ ടേസ്റ്റുകൾ മനസ്സിലാക്കും. കാരണം പല ആളുകൾക്കും പല കഴിവുകളും ഉണ്ട്. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒന്ന് ആസ് എ മെന്റർ നിങ്ങൾ നിലകൊള്ളുന്നുണ്ട് അല്ലെ? ഒരു പ്രവാസിയായിട്ടുള്ള ആൾക്ക് അയാളുടെ കഴിവ് കണ്ടെത്തിയിട്ട് അയാളുടെ പാഷൻ അനുസരിച്ചിട്ട് ഏത് ബിസിനസ്സിലേക്ക് വരും എന്നുള്ള രീതിയിൽ. രണ്ട്, നിങ്ങൾ ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്. പിന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇവിടെ മലബാർ ഏരിയയിലൊക്കെ കേട്ടോ ഒരു ട്രെൻഡ് കാണാറുണ്ട്. കുറച്ച് മുമ്പ് നോക്കുകയാണെങ്കിൽ ചപ്പാത്തി കമ്പനി, ടർഫ്, ഇത് വരുവാണെങ്കിൽ അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ കൂൾ ബാർ. ഇപ്പൊ റീസെന്റ് എന്താ അറിയോ? നട്സിന്റെ ഷോപ്പ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും നട്സിന്റെ ഷോപ്പായിരിക്കും. പിന്നൊന്ന് കാണുന്നത് പെട്രോൾ പമ്പുകളാണ്. ഓക്കെ, അപ്പം ഇത് ആരൊക്കെ ഒരാൾ വിജയിച്ചതിന്റെ പിന്നാലെ പോകുന്ന ഒരു പ്രവണത നമുക്കുണ്ടല്ലേ? മലയാളികളെ കുറിച്ച് പറയാറുണ്ട്, ഒരു വിജയിച്ചതിനെ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അപ്പൊ അവർ വിശ്വസിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ എങ്ങനെ നിങ്ങൾ വ്യത്യസ്തമാണ്? അതായത് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരിക്കും നമ്മുടെ നാട്ടിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണത്. കാരണം ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്തു, അതിൽ വിജയിച്ചു. അത് കണ്ടിട്ട് എനിക്ക് തോന്നുകയാണ്, അയാള് വിജയിച്ചിട്ടുണ്ട്, അപ്പൊ ഞാനും എന്ത് ചെയ്യുക, അത് തന്നെ ചെയ്യാന്ന് വെച്ചാൽ ഞാനും തുടങ്ങും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ട്, പക്ഷെ അതിൽ എനിക്ക് നോളജ് ഇല്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്പൊ നമ്മുടെ പാഷനും നമ്മുടെ നിഷും ഒക്കെ നമ്മൾ അത് കറക്റ്റ് ആ ക്ലാരിറ്റി വരുത്തിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. എല്ലാവരും ചെയ്യുന്ന ബിസിനസ് അങ്ങനെ മറ്റു പലർക്കും ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ കറക്റ്റ് ചൂസ് ചെയ്ത് അതിന് നമുക്കൊരു സിസ്റ്റം സെറ്റ് ചെയ്യാനുണ്ട്. ഒരു ബിസിനസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്നും നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു ബിസിനസ് റൺ ആകും എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ബിസിനസ് അല്ലല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഒരു കല്യാണത്തിന് പോയാലും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലി ഒത്ത് ടൂറ് പോയാലും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ഒരാഴ്ച സുഖമില്ലാതെ ഒരു പനി വന്നിട്ട് കിടന്നാൽ പോലും ആ ഒരു ബിസിനസ് അവിടെ റൺ ആവണം. ശരിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ഏരിയയിലൊക്കെ നിങ്ങൾ വ്യക്തമായ നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. പറയുന്ന സമയത്ത് അതിനൊരു ടേം ഉണ്ട്, പേഴ്സണാലിറ്റി ഓറിയന്റഡ് ബിസിനസ്, പ്രോസസ് ഓറിയന്റഡ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ടേംസ് ഉണ്ട്. ഞാനിപ്പോ അതൊരു വീഡിയോ ഇട്ടിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ പോലെ ചെറിയൊരു തട്ടുകടയാണെങ്കിൽ അവിടുത്തെ ഒരു കുക്കിനെ, ഒരു ഷെഫിനെ അയാളുടെ ടേസ്റ്റിനെ സംബന്ധിച്ചായിരിക്കും. KFC ഒരു പ്രോസസ് ഓറിയന്റഡ് ബിസിനസ്, എല്ലായിടത്തും ഒരേ ടേസ്റ്റ്. KFCന്റെ ഓണർ അവിടെ വേണമെന്നോ അല്ലെങ്കിൽ അതിന്റെ മാനേജർ വേണമെന്നൊന്നുമില്ല. അപ്പൊ ആ രീതിയിലേക്ക് ഒരു പ്രോസസ് ഓറിയന്റഡ് ബിസിനസ്സിലേക്ക് വരുന്നില്ല. നമ്മൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ. ഞാനതിങ്ങനെ കണക്ട് ചെയ്തതാണ്. അതെ അതെ. അപ്പോൾ അത്തരത്തിലൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് കൊടുക്കും. അതെ, കാരണം നമുക്കറിയാം ഓരോ ബിസിനസ്സിലും ഇപ്പൊ ഒരു ജ്വല്ലറി ബിസിനസ് ആണെങ്കിൽ അത് അതിനുള്ള ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ആരാന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ മറ്റു ഏതൊരു കമ്പനിയാണെന്നുള്ളത്, അപ്പൊ എല്ലാത്തിനും എല്ലാവരും പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ആ പറ്റിയ ആളുകളെ നമ്മൾ അവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഇതിന്റെയൊക്കെ മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി, ഇപ്പൊ പ്രവാസികൾ നാട്ടിൽ വരുന്ന സമയത്ത് ഈ വന്ന് ഇതൊക്കെ സെറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും അല്ലെ? ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം. അപ്പൊ ഈ സമയം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ബാക്കപ്പ് ഫണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കണം. വന്നതിന് ശേഷം ചിന്തിക്കാന്നില്ല, വരുന്നതിന് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യണം. അത് ഞാൻ മനസ്സിലാക്കുന്ന സംഭവം, പല പ്രവാസികളും ഇവിടെ വന്നതിന് ശേഷമായിരിക്കും എന്ത് ബിസിനസ് തുടങ്ങുന്നതാണ്. അതിന് പകരം അവിടെ നിന്ന് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങി. ഇവിടെ എത്തിയാൽ പ്രവാസം അവസാനിപ്പിച്ചതിന് ശേഷമല്ല, അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അവർക്കുള്ള ഈ മെന്ററിംഗ് സർവീസ് ഒക്കെ അവിടെ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ വന്ന ആൾക്കല്ല, അയാൾ നിർത്തി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ കോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. യെസ്, അതിന്റെ ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു 30 മാസം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതില് ശരിക്കും ആദ്യത്തെ ഒരു 6 മാസം
ആകുമ്പോ തന്നെ ഏതാണ്ട് ഇയാൾ നാട്ടിൽ ചെയ്യാൻ പോകുന്ന ബിസിനസ് എന്താണെന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള സമയം ഏകദേശം ഒരു 24 മാസം പിന്നെയും കിടക്കുന്നുണ്ട്, അതായത് 2 വർഷം. ഈ 2 വർഷം ഇയാളുടെ പണി എന്ന് വെച്ചാൽ ആ ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് പഠിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഒരു MBA ശരിക്കും നിങ്ങളോട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഏത് തരം ആളുകളാണെങ്കിലും അവർക്ക് പോകാനുള്ള ഒരു റൂട്ട് അത് ഞങ്ങൾ ശരിക്കും ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? നമ്മുടെ എക്സ്പീരിയൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട പല ആളുകളുടെയും എക്സ്പീരിയൻസ്, അതിന് ഞങ്ങൾ മാത്രമല്ല, ഇവർക്ക് ആരുടെ സപ്പോർട്ടാണോ വേണ്ടത് അവിടെ അത് ഞങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരത്തിൽ പ്ലാൻ ചെയ്ത് പോയ ഒരു ആൾക്ക് ആ ഒരു ബിസിനസ് തുടങ്ങാൻ എല്ലാ സപ്പോർട്ടും അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥിര വരുമാനം. അപ്പൊ നമുക്ക് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വരുമാനം, ഇപ്പൊ നമ്മുടെ വീട്ടില് ഭക്ഷണം കഴിക്കണം, ഏറ്റവും ബേസിക് ആയിട്ട് പറയാം, ഭക്ഷണം കഴിക്കണം, നമ്മുടെ കാറിൽ ഡീസൽ അടിക്കണം, മക്കളുടെ ഫീസ്, കാര്യങ്ങൾ നടന്നു പോകണം. ഇതൊക്കെ നടന്നു പോകണമെങ്കിൽ ഏറ്റവും മിനിമം നമുക്ക് വേണ്ട ഒരു എമൗണ്ട് ഉണ്ട്, ഒരു മാസം ഇത്ര എമൗണ്ട് എന്നുള്ളത്. ആ ഒരു എമൗണ്ട് നമുക്ക് സ്ഥിര വരുമാനം ലഭിക്കാനായിട്ട് ഒരു സംവിധാനം നമ്മൾ ബിൽഡ് ചെയ്യണം. കാരണം അത് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പുതിയ നമ്മുടെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാനും കൂടുതൽ ശ്രദ്ധിക്കാനൊക്കെ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ വീട് പട്ടിണിയായി കിടക്കുമ്പോൾ നമുക്ക് എന്ത് ബിസിനസ്? അതെ. അപ്പൊ കസീറ്റ് ഇവിടെ നിങ്ങൾ ഞാൻ ഒരുപാട് പ്രൊജക്ടുകൾ കണ്ടു, വളരെ മനോഹരമായിരിക്കുന്ന. ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ലീഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഞങ്ങൾ താമസിച്ചതാണ്, ഇപ്പൊ ഈ താമസിക്കുന്നതാണെങ്കിലൊക്കെ ഒക്കെ മനോഹരമായിരിക്കുന്ന പ്രൊജക്റ്റാണ്. നിങ്ങൾക്കാണെങ്കിൽ എല്ലാ സമയത്തും എല്ലാ ഇതിലും ആളുകളും ഉണ്ട്, നിങ്ങൾ പറഞ്ഞ ആളുകൾക്ക് ഇൻകം കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരുപാട് പ്രൊജക്ടുകൾ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടാവാനുള്ള കാരണം? എങ്ങനെയാണ് നിങ്ങൾ ഇൻകം അല്ലെങ്കിൽ സെക്കൻഡ് ഇൻകം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കൂടെ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊന്നും താല്പര്യമില്ലാത്ത ആളുകളുണ്ടല്ലോ, അവിടെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് സെക്യൂർ ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നിങ്ങൾ തന്നെ വില്ലകൾ ഉണ്ടാക്കി അവർക്ക് ഇൻകം ഷുവർ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്ലാൻ. അപ്പൊ അത് എനിക്ക് പറഞ്ഞപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതാണ് ഞാൻ ഈ ഒരു സെഷനിൽ ഇരിക്കാൻ തന്നെ കാരണം. അപ്പൊ അതൊന്ന് ആളുകളിൽ കൂടെ എത്തിക്കാമോ? അതെ. ഇതില് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ആളുകളും പ്രവാസിയായിട്ട് ഒരുപാട് കാലം ജോലി ചെയ്ത് ഒക്കെ എന്താ പറയാ, ഒരു അത്രയും ഒരു കഷ്ടപ്പെട്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ പല റിട്ടയർമെന്റ് ആണ് പലരും ഉദ്ദേശിക്കുന്നത്. ഒരു ഫാമിലിയോടൊത്ത് പിന്നെ ബാക്കിയുള്ള സമയം അങ്ങനെ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ പെൻഷൻ പോലെ ഇൻകം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ. അതായത് ഈ ആളുകള് പിന്നീട് നാട്ടിൽ വന്നിട്ട് ചില ആളുകളുടെ കേസാ പറഞ്ഞത്, ഇനിയൊരു ബിസിനസ് ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഇനിയൊരു ജോലി ഒന്നും ചെയ്യണ്ട, ഇനിയൊരു വിശ്രമ ജീവിതം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത വരുമാനം, ഒരു മാസത്തിൽ ഒരു സ്ഥിര വരുമാനം ഇവർക്ക് അത്യാവശ്യമാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ വീട്ടിലെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ എല്ലാം നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സംവിധാനം ബിൽഡ് ചെയ്യണം. എല്ലാത്തിനും നമ്മൾ ആദ്യം ഒരു സിസ്റ്റം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഇത്രയും പ്രൊജക്ടുകൾ എങ്ങനെ കൊണ്ടു നടക്കുന്നത്, ഞങ്ങളൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രാക്കിലാണ് ഈ സംഗതി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്ഥിര വരുമാനം നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ആക്കണം. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ സെക്കൻഡ് ഹോം കൺസെപ്റ്റിൽ ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ്, അത് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത് കേട്ടോ. അവര് തന്നെ അതിന് പറ്റുന്ന ഒരു ലാൻഡ് കണ്ടെത്തി അതില് അവര് തന്നെ ബിൽഡ് ചെയ്ത് അതിന്റെ ഒരു ബിസിനസ് അവർക്ക് തന്നെ നമ്മൾ സെറ്റാക്കി കൊടുക്കാം. അതായത് ഒരാളുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മളിലേക്ക്, എൻ്റെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് എടുക്കല്ല, അവർക്ക് തന്നെ ബിസിനസ് തുടങ്ങാനും ആ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ച് അവർക്ക് അങ്ങനെ വരുമാനം ഉണ്ടാക്കാനും എന്നുള്ള ഇതും അതിന്റെ ഓൾ ഓവർ പ്രൊസീജിയറിൽ നിങ്ങൾ ഉണ്ടാവുന്ന മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവിടെ വയനാടൊക്കെ നടക്കുന്ന പോലെ. തീർച്ചയായിട്ടും. അതായത് അവർക്ക് ഇൻകം നിങ്ങൾ ഗ്യാരണ്ടിയാണ്, അത് അവരുടെ പേരിലാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ലാൻഡുകളൊക്കെ ആണെങ്കിൽ അവരുടെ പേരിൽ തന്നെയല്ലേ, പിന്നെ ബിൽഡിംഗ് ആണെങ്കിൽ അവരുടെ പേരിൽ. അത് പിന്നെ അവർക്ക് സെല്ല് ചെയ്യാനോ ബാക്കിയുള്ള പെർമിഷൻ ഒക്കെ ഉണ്ടോ? 100% ഓണർഷിപ്പ് അവർക്കാണ്. അപ്പൊ അത് കഴിഞ്ഞ് അവർക്ക് അതൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് അവർ പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്താണ് റൂൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ലീവ് ചെയ്യാൻ പറഞ്ഞാൽ ലീവ് ചെയ്യോ? ഇതിൽ ഈ ഒരു സംവിധാനം നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു 30 മാസത്തെ ഒരു പ്രോഗ്രാം, അവിടെയാണ് നമ്മുടെ ബെനിഫിറ്റ് വരുന്നത്. പിന്നെ ഇതിന് ശേഷം വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി ഈ ടൂറിസം മേഖലയിൽ കുറച്ച് വർഷങ്ങളായിട്ട്, ഏകദേശം 8-9 വർഷമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പല ഗസ്റ്റുകളും വരുന്നുണ്ട്. ഇപ്പൊ മലയാളീസ് ഒക്കെ കുറവാണ്, പുറത്തുനിന്ന് നോർത്ത് ഇന്ത്യൻസ് ആണ്, അതുപോലെ തന്നെ യൂറോപ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അറബ്സ് ഇപ്പോൾ തുടങ്ങി. ഞങ്ങളിപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒമാനിലൊക്കെ കമ്പനി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഈ രീതിയിലൊക്കെ വരുന്ന ആളുകൾക്ക് ഈ താമസ സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് നമ്മൾ നേരത്തെ ബിൽഡ് ചെയ്ത് വെച്ച
ഇത്തരം സംവിധാനങ്ങളെ നമ്മൾ ഇതിൽ ഉപയോഗിക്കും. നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് തന്നെ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സോഴ്സ് നമ്മൾ തന്നെ കണ്ടെത്തി കൊടുക്കും. തീർച്ചയായിട്ടും അതാണ് ഇതിനെ ഡിഫറെന്റ് ആക്കുന്ന. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാം. അപ്പോൾ സലാം സാർ, നമ്മൾക്കത് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്തേക്ക് ചോദിക്കാനുള്ളത്, ആർക്കൊക്കെ താങ്കളെ കോൺടാക്ട് ചെയ്യാം? ഒന്ന്, എന്തൊക്കെ സർവീസിനാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? ഞാൻ അതിന്റെ പിന്നെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി കുറച്ചുകൂടി ഈസി ആയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഗൾഫിൽ നിന്ന ഒരാള് കുറച്ച് കാലം അവിടെ നിന്ന് ആ സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ലാൻഡ് ഒക്കെ മേടിച്ചിട്ടുണ്ടാവും അല്ലെ. ചിലപ്പോൾ പറയും ആർക്കും വേണ്ടാത്തൊരു സ്ഥലം, എന്തിനാണ് ആ സ്ഥലം എന്നൊക്കെ ചോദിക്കില്ലേ. അങ്ങനത്തെ ഒരു ലാൻഡ് മേടിച്ച ഒരാളാണെന്ന് കൂട്ടാം. എന്ത് ചെയ്യണം എന്നറിയാം. അതെ, അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ഒരു ലാൻഡും വേസ്റ്റ് ആവില്ല എന്നുള്ളതാണ്. അവിടേക്കുള്ള ഒരു പ്രൊജക്ട് അവിടെ ഉണ്ടാവും. യെസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ മേടിച്ചു വെച്ച ഒരു സ്ഥലമാണെങ്കിൽ പോലും ആ ഒരു സ്ഥലത്ത് ഏത് രീതിയിലുള്ള പ്രൊജക്ട് കൊണ്ടുവരാൻ പറ്റും അത് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് അതിന് അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ലൊക്കാലിറ്റി ഒക്കെ കണ്ടെത്തി. തീർച്ചയായിട്ടും നമ്മൾ പല ക്ലയൻസിന്റെയും ഒരു ചില ആളുകൾ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ സ്ഥലം എന്തിനു കൊള്ളാം, അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്തൊരു സ്ഥലം, എന്തിനാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തെന്നൊക്കെ ചോദിച്ച സ്ഥലങ്ങൾ പലതും നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ മിനിയൂട്ടി. അന്ന് കാണുന്ന സമയത്ത് എന്തായിരുന്നു, എന്റെ അമ്മയൊക്കെ ഞങ്ങൾ ആട് വെക്കാൻ പോയ സ്ഥലമാണ്. ആ ഒരു സ്ഥലമാണ് ഇപ്പൊ അത്രയും മനോഹരമായിരിക്കുന്നത്. അതൊരാളുടെ വ്യൂ പോയിന്റ് ആണ്. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ മുമ്പ് വിസിറ്റ് ചെയ്ത സ്ഥലമാണ് കസീറ്റ ഗ്രീൻസ്. ഈ കസീറ്റ ഗ്രീൻസിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു 9 വർഷം മുമ്പൊക്കെയാണ് അതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് പല ആളുകൾ തന്നെ കളിയാക്കിയിട്ടുണ്ട്. അവിടുത്തെ ആംബിയൻസ് വളരെ എന്താ പറയുക, നമുക്കൊരു കാടിന്റെ ഉള്ളിൽ താമസിക്കാൻ എന്ത് ഫീൽ കിട്ടുമോ. രാവിലെ എണീക്കുന്ന സമയത്ത് ഇങ്ങനെ കുറെ കിളികളുടെ ശബ്ദം, ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു. അതെ അതെ. പക്ഷെ അതിന്റെ ഒരു 10 വർഷം മുമ്പുള്ള ഒരു പിക്ചർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ പോലും ഈ കാട്ടിൽ അപ്പൊ ഏതൊരു സ്ഥലത്തിനെ നമുക്ക് മനോഹരമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ടൈം ചെയ്യാം. ഒന്നാമത്തെ കാര്യം, അവരുടെ കയ്യിൽ ലാൻഡ് ഉണ്ട്, അവർക്ക് അത് എന്ത് ചെയ്യണം, അതിൽ നിന്നൊരു ഇൻകം എങ്ങനെ ഉണ്ടാക്കണം എന്നറിയില്ല. അങ്ങനത്തെ ഏതൊരാൾക്കും താങ്കൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ സെക്കൻഡ്, പിന്നെ ഞാൻ പറയുന്നത് നമ്മൾ ഒരു പ്രത്യേകിച്ച് ആളുകൾ ഈ പ്രോപ്പർട്ടികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ റെന്റൽ ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നോർമൽ ഒരു റെന്റൽ ഇൻകം കിട്ടുന്നതിന്റെ ഇരട്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു 4 ഇരട്ടി കൂടുതൽ വരുമാനം വരാനുള്ള ഒരു സാധ്യത നമ്മൾ ഇതിനെ ടൂറിസം ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിനൊരു കറക്റ്റ് ഒരു പ്രൊജക്ട് പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഏതൊരു പ്രൊഫഷണൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനത്തെ ഒരു പ്ലാൻ. അപ്പോൾ ഇതൊരു സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞല്ലോ. ഇത് ഇവർക്ക് എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും നമുക്ക് ലീഗലി ഇവർക്ക് ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് അത് വരിക? തീർച്ചയായിട്ടും. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രോപ്പർട്ടി ഇത് 100% അവരുടെ ഓണർഷിപ്പിലാണ്. പിന്നെ ഇതിന് എങ്ങനെ നമുക്ക് ഇവിടെ ഗസ്റ്റിനെ എത്തിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് അറേഞ്ച്മെന്റ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ. അതായത് ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഒരു 1-2 വർഷം കഴിയുമ്പോൾ പിന്നെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് സ്വന്തമായിട്ട് അത് റൺ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചോദിക്കാൻ വിട്ടതാണ്, ചോദിക്കേണ്ടത് നിർബന്ധമായിട്ട് ചോദിക്കുകയാണ്. വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെടുക്കുമ്പം അവിടുത്തെ ഭൂമികൾക്ക് വ്യത്യസ്ത കാറ്റഗറിയിലുണ്ട്. ഞാൻ അറിയുന്ന ഒരുപാട് ആളുകൾ അവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പിന്നെ ആ ഭൂമിക്ക് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ അവിടെ വേറെ കൺസ്ട്രക്ഷൻസിനൊന്നും അലോ ചെയ്യില്ല. ഇങ്ങനത്തെ ഒരുപാട് സങ്കടങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ പല ആളുകളും വരാറുണ്ട്. കാരണം വെച്ചാൽ പല സ്ഥലവും എടുത്ത് പെട്ടുപോയി എന്നൊക്കെ പറയില്ല, അങ്ങനെ പെട്ടുപോയ ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. കാരണം അവര് കൂടുതലൊന്നും അന്വേഷിക്കാതെ ഒരു സ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിന് അഡ്വാൻസ് കൊടുത്തു, സ്ഥലം മേടിച്ച് രജിസ്റ്റർ ചെയ്തു. പക്ഷെ പിന്നീട് ഇവര് അതിലെന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവൃത്തികളായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഇത് ആ ഒരു പ്രൊജക്റ്റ് അവിടെ നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം അതിൻ്റെ ഒരു കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ വയനാട് മാത്രമല്ല, മൂന്നാർ പോലുള്ള പല സ്ഥലങ്ങളും ഈ റെഡ് സോണ്, ബഫർ സോണ്, പിന്നെ ട്രൈബൽ ലാൻഡ്, ഈ പ്ലാന്റേഷൻ ലാൻഡ്, ഇങ്ങനെയൊക്കെ കുറേയധികം കാറ്റഗറികളുണ്ട്. അപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ കൊമേഴ്ഷ്യൽ പർപ്പസിലുള്ള കൺസ്ട്രക്ഷൻ സാധ്യമാവില്ല. പല സ്ഥലങ്ങളിലും ഒരു മിതമായ രീതിയിൽ ലിമിറ്റഡ് ആയിട്ട് ചിലപ്പോൾ റെസിഡൻഷ്യലൊക്കെ സാധ്യമാകും. അത് ഈ സ്ഥലം മേടിക്കുന്ന സമയത്ത് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അതായത് അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഇത്തരം പർപ്പസിനൊക്കെ നമ്മളൊരു ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിൽ ശരിക്കും ഈ ഡോക്യുമെന്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും നടത്തണം. അതിന് ഒരു ചെറിയൊരു എമൗണ്ട് സർവീസ് ചാർജ് കൊടുത്താൽ പോലും നമുക്കത് നഷ്ടമാവില്ല എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളൊക്കെ സാധാരണ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ടീമുണ്ട്. ആ ഒരു ടീമിനെ ഞങ്ങൾ മൊത്തത്തിൽ ഈ ഡോക്യുമെന്റ് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ അവർ കൃത്യമായ രീതിയിൽ അത് പഠിച്ച് ഒരു 1-2 ആഴ്ച സമയം എടുത്തിട്ട് പഠിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് നമുക്ക് തരും. അത്തരം ആളുകൾക്കും താങ്കളെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ ഒത്തിരി ആളുകളെ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആർക്കാണ് കോൺടാക്ട് ചെയ്യാൻ പറ്റുക? പ്രവാസികൾക്ക് എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുക?
പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് ഒരു റിട്ടയർമെന്റ് പ്ലാൻ, അതായത് നിർത്തണം എന്ന് ആലോചിക്കുന്ന ഒരു സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യും. അത് എങ്ങനെ എപ്പോൾ നിർത്തണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്ത് കൊടുക്കും. കാരണം പല ആളുകൾക്ക് ഈ ഗോള് പറയുമ്പോൾ നമുക്ക് ഗോൾ ഉണ്ട്, പക്ഷെ അത് എപ്പോൾ എങ്ങനെയെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്ത സ്മാർട്ട് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന് കൃത്യമായൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കും. പലർക്കും നിർത്തണം, 2 വർഷം കൊണ്ട് നിർത്തണം, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് നിർത്തണം എന്ന് പറയുന്നല്ലാതെ അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിർത്താൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ നമ്മൾ 1-to-1 അവരുമായിട്ട് ഇരുന്ന് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത്, അതായത് ഈ ഡിസ്കഷന്റെ സമയത്ത് അവരുടെ നിലവിലുള്ള വരുമാനം, അവർക്ക് നിലവിൽ എന്തെങ്കിലും ബാധ്യതകളുണ്ടോ, കടബാധ്യതകളുണ്ടോ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക. അങ്ങനെ കൃത്യമായിട്ടൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് നിർത്താനായിട്ട് അവരെ എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു പണിയാണ്. എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യാൻ ചോദിച്ചത്? അപ്പോൾ ഈ നമ്പറിൽ ഒരു നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് പോകുന്നത് വെച്ചെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴി അവർക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇമെയിൽ ഐ ഡി ഞാനിവിടെ ഷെയർ ചെയ്യാം, ഇൻസ്റ്റാഗ്രാം ഐ ഡിയും എൻ്റെ ഇതിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ അത് ത്രൂ ഇവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പിന്നെ സലാം കസീറ്റി ആയിട്ട് ഒരു ഇന്നലെ നടന്നിരിക്കുന്ന ഒരു കോൺവെർസേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പല കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത്തരം ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ആളുകൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിക്കാം. അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ എല്ലാ ലീഗൽ വശങ്ങളും എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത്തരം തീരുമാനങ്ങളിലേക്ക് എത്താവുന്നതാണ്. താങ്ക് യു.